എന്തുകൊണ്ട് സ്ഥിതി വിവരണ കണക്കുകൾ ശേഖരിക്കുമ്പോൾ ജാതി വിട്ടുപോകുന്നു, ജാതി ഒഴിവാക്കപ്പെടുന്നു? കാസ്റ്റ് സെൻസസ് എന്തുകൊണ്ട് നടക്കുന്നില്ല ഇന്ത്യയിൽ? അതിന് പ്രധാന കാരണം കാസ്റ്റ് ബ്ലൈൻഡ്നെസ് ആണെന്ന് പറയാം. ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരു അന്ധതയല്ല. കാസ്റ്റ് ബ്ലൈൻഡ്നെസ് ഇതിന് പ്രധാനപ്പെട്ട കാരണമാണ്. 2021 സെൻസസ് നടക്കേണ്ടതാണ്. 10 വർഷത്തിൽ ഒരിക്കലാണ് സെൻസസ് നടക്കുന്നത്. 2021 അവസാനം സെൻസസ് നടക്കേണ്ടത്. നടന്നില്ല. കാരണം കോവിഡ്-19 വന്നതോടുകൂടി പല കാര്യങ്ങളും മുടങ്ങിപ്പോയി, സെൻസസ് മുടങ്ങി. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 2027 സെൻസസ് ആകാവുന്നതാണ്. 2027 സെൻസസ് ആകാം എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സെൻസസ് സമ്പ്രദായം തന്നെ ആരംഭിച്ചത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആരംഭിച്ചതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 1951 1951 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ സെൻസസ് ആരംഭിക്കുന്നത്. പക്ഷെ അന്ന് അംബേദ്കർ അന്നും പറഞ്ഞിരുന്നു കാസ്റ്റ് സെൻസസ് വേണം. ആരും ശ്രദ്ധിച്ചില്ല. അതിനു മുമ്പ് ബ്രിട്ടീഷുകാരും നടത്തി സെൻസസ്. അവരും സെൻസസ് എടുത്തിരുന്നു. കാസ്റ്റ് സെൻസസിന് അനുകൂലമായിട്ട് 1911 അവർ തീരുമാനമെടുക്കുകയും സെൻസസ് നടത്തുകയും ചെയ്തു. ഏറ്റവും പരിഹാസ്യമായ സെൻസസ്, കാസ്റ്റ് സെൻസസ് നടന്നത് 2011 സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സർവേ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സർവേ 2011 നടന്നത് UPI ഗവൺമെൻറ് ഇരിക്കുമ്പോഴാണ്. അന്നത്തെ കണ്ടുപിടുത്തം എന്തുവാ? 46 ലക്ഷം ജാതികൾ ഇന്ത്യയിലുണ്ട്. 46 ലക്ഷം ജാതികൾ ഇന്ത്യയിലുണ്ടെന്ന് കണ്ടെത്തി. ഒരു ആധികാരികതയും ഇല്ലാത്ത, അന്നേ ചോദ്യം ചെയ്യപ്പെട്ട ഒരു സെൻസസ് ആയിപ്പോയത്. അവൻ വളരെ അപഹാസ്യമായ ഒരു സെൻസസ് ആയിപ്പോയത്. 1931 സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഒരു സെൻസസ് ബ്രിട്ടീഷുകാർ നടത്തി. 4747 ജാതികളുണ്ട് എന്നവർ കണ്ടുപിടിച്ചു. പക്ഷെ അന്ന് OBCയുടെ കണക്ക് കിട്ടിയിട്ടില്ല. അപ്പം പൂർണ്ണമായിട്ട് സെൻസസ് ആക്കാൻ അത് കഴിഞ്ഞിട്ടില്ല. പല സ്റ്റാറ്റിസ്റ്റിക്സും അതിനകത്ത് വിട്ടുപോയി. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നത് കാസ്റ്റ് സെൻസസ് വേണമെന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. കാരണം ജാതി അല്ലെങ്കിൽ കാസ്റ്റ് എന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ ഒരു കണ്ണാടിയാണ്. കാസ്റ്റ് ഒരു യാഥാർത്ഥ്യമാണ്. അവഗണിക്കപ്പെടുന്നതും പാർശ്വവൽക്കരിക്കപ്പെടുന്നതുമായ ജനവിഭാഗങ്ങളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാനുള്ള ഒരു ടൂളാണ് കാസ്റ്റ് സെൻസസ്. അപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ കണ്ടെത്തണം, അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ കണ്ടെത്തണം. അവരെ തിരിച്ചറിഞ്ഞേ പറ്റൂ. കാരണം എന്താ? അവർക്ക് അനുകൂലമായ നയരൂപീകരണം നമ്മുടെ രാജ്യത്ത് നടക്കണം. അവരെ ദേശീയ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് കാസ്റ്റ് സെൻസസിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു നേട്ടം. കൊണ്ടുവരാൻ കഴിയുന്നതാണ് നേട്ടം. ഞാൻ ചുരുക്കി പറയുകയാണ്, സാമൂഹ്യ നീതിയാണ് കാസ്റ്റ് സെൻസസിൻ്റെ ഉദ്ദേശം. സാമൂഹ്യനീതി, സോഷ്യൽ ജസ്റ്റിസ്. എത്രയോ ജനവിഭാഗങ്ങളാണ് ഇന്ത്യയിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത്. ഈ രാജ്യം ഒരു സബ് കോണ്ടിനെൻ്റാണ്, ഒരു ഉപഭൂഖണ്ഡമാണ്.
അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ജനവിഭാഗങ്ങളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസത്തിലും ഉദ്യോഗങ്ങളിലും ഒക്കെ സംവരണം നീതിപൂർവം ഏർപ്പെടുത്തിയും ക്ഷേമ പദ്ധതികളുടെ നീതിപൂർവ വിതരണം നടത്തിയും ഒക്കെ അവരെ സഹായിച്ച് അവരെ ദേശീയ ജീവിതത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ കാസ്റ്റ് സെൻസസിലൂടെ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അവരെ നമ്മളങ്ങനെ പ്രാപ്തരാക്കിയാണ് നല്ല പൗരന്മാരാകാൻ. വിശദമായൊരു കാസ്റ്റ് ഡേറ്റ, ഒരു കാസ്റ്റ് വൈസ് ഡേറ്റ നമ്മുടെ രാജ്യത്തുണ്ടാകണം. കാസ്റ്റ് ബ്ലൈൻഡ്നെസ് ഇതിന് തടസ്സം നിന്നുകൊണ്ട് ഒരു അന്ധതയാതെ, കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതോ ഒരു അന്ധത കയറി പിടിക്കുന്ന പോലെ ഒരു വലിയ കുഴപ്പമുള്ള കാര്യമാണ്. യാഥാർത്ഥ്യമാണ്. ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യമാണത്. തള്ളപ്പെട്ടവരെ ഉൾക്കൊള്ളാൻ അർത്ഥവത്തായ ഒരു കാഴ്ച അവരെക്കുറിച്ച് ലഭിക്കാൻ ഒരു ഡേറ്റ നമുക്കുണ്ടാകണം. ഡേറ്റയുടെ കാര്യത്തിൽ നമുക്ക് ഷോർട്ടേജ് ഒത്തിരിയുണ്ട്. അപ്പോൾ ജാതി സെൻസസ് ആ ഡേറ്റ നമുക്ക് തരും. കാരണം ഇന്ത്യ രാജ്യത്ത് കാസ്റ്റ് മാത്രമല്ല, സബ് കാസ്റ്റുകളുണ്ട്. കാസ്റ്റും സബ് കാസ്റ്റുകളും ഒക്കെ കണ്ടെത്തി ആരെല്ലാം എന്തൊക്കെ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആർക്കൊക്കെ എന്തൊക്കെ കിട്ടാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആസ്വദിക്കാത്തവരെയും ആസ്വദിക്കുന്നവരെയും കണ്ടെത്തണം. ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇവരെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. ആരൊക്കെയാണ് ഇവിടെ അവകാശങ്ങൾ ആസ്വദിക്കുന്നത്, ആരെ ആസ്വദിക്കുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. പലപ്പോഴും ജാതികളിലെ ക്രീമി ലെയറാണ് വിദ്യാഭ്യാസ ഉദ്യോഗ സംവരണങ്ങൾ തട്ടിയെടുക്കുന്നത്. അത് ആരും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ക്രീമി ലെയറാണ്, എല്ലാ വിഭാഗത്തിലെയും ക്രീമി ലെയറാണ് വിദ്യാഭ്യാസ ഉദ്യോഗ സംവരണങ്ങൾ ആസ്വദിക്കുന്നത്. അല്ലാതെ അതേ ജാതിയിൽപ്പെട്ട എത്രയോ ആളുകൾ അവഗണിക്കപ്പെടുന്നു. അവരെ നമ്മൾ കാണുന്നില്ല, അവരെ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. ഈ സ്ഥിതി മാറണം. പല ജാതികളും കാസ്റ്റും സബ് കാസ്റ്റും അദൃശ്യരാണ്, ഇൻവിസിബിളായി കിടക്കുകയാണ്. അതുകൊണ്ടൊരു വിസിബിലിറ്റി ഡിവൈസാണ് കാസ്റ്റ് സെൻസസ്. ഒരു വിസിബിലിറ്റി ഡിവൈസ് എന്നതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം, നിർവചിക്കാം. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നത് OBC ആണ്, അധകൃത വർഗമാണ്. SC/ST കുറിച്ച് ഏകദേശം ധാരണയുണ്ട്, കുറേയൊക്കെ നമുക്കറിയാം. SC/STയിൽ കുറച്ച് പേരൊക്കെ കണ്ടെത്താൻ കഴിയും, ദളിത് വിഭാഗങ്ങളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ കിടക്കുന്നത് OBC ആണ്. അവരാണ് എണ്ണത്തിൽ കൂടുതലും. ഉദാഹരണം മറാത്താസ്, പാണ്ഡാസ്, ജാട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള OBC വിഭാഗങ്ങളുണ്ട്. അവരുടെ ഇടയിൽ സബ് കാസ്റ്റുകൾ ഇഷ്ടംപോലുണ്ട്. അതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. റിലയബിൾ ഡേറ്റ ഇല്ല, കാസ്റ്റ് ഡേറ്റ ഇല്ല. ഇവരെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിലാണ് ഈ വേര് കിടക്കുന്നത്. അസമത്വത്തിൻ്റെ ഒരേ ജാതിയിൽപ്പെട്ട പല വിഭാഗങ്ങളെ കണ്ടെത്താൻ കഴിയുന്നില്ല, സബ് കാസ്റ്റുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല. അത് OBCയിലാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആഴത്തിൽ പരിശോധിച്ചാൽ കാണാം, OBC വിഭാഗത്തിലുള്ള 38% ആളുകൾക്ക് 3% ആനുകൂല്യം പോയി കിട്ടുന്നില്ല. എന്ത് ഞെട്ടിപ്പിക്കുന്ന കണക്കായത്! OBC വിഭാഗത്തിൽ പെടുന്ന 38% ആളുകൾക്ക് 3% പോലും ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. മറ്റൊരു 37% ആളുകൾക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഒരു ക്രീമി ലെയറിന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതെല്ലാം എന്താ കാരണം? അവരാണ് OBCയുടെ പേരിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് കിടക്കുന്നത്, ബാക്കിയുള്ളവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ലീഗൽ ബാക്കിംഗ് ഉള്ള ഒരു ഡേറ്റ ഉണ്ടാകണം. ചുമ്മാ ഒരു ഡേറ്റ ഉണ്ടായിട്ട് കാര്യമില്ല, ലീഗൽ ബാക്കിംഗ് ഉള്ള ഒരു ഡേറ്റ ഉണ്ടാകണം. ജാതികളെക്കുറിച്ച് 1948 ഇറക്കിയ സെൻസസ് ആക്ട് അടിയന്തരമായി ഭേദഗതി ചെയ്യണം.
1948 സെൻസസ് ആക്ട് അടിയന്തരമായ ഭേദഗതി ചെയ്യണം. ഡോക്ടർ അംബേദ്കർ നിർദ്ദേശിച്ചതുപോലെ കാസ്റ്റ് സെൻസസിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണം. അതാണിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യനെയർ ഉണ്ടാകണം. ഒരു ക്വസ്റ്റ്യനെയർ ഫ്രെയിം ചെയ്യണം. സബ് കാസ്റ്റുകളും ഗ്രൂപ്പുകളും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സർനെയിംസ് ഉണ്ട്. ആ സർനെയിംസിനൊക്കെ കണ്ടെത്തണം. സുതാര്യമായി ഈ സർനെയിംസിനെയൊക്കെ രേഖപ്പെടുത്തണം. പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ കമ്മ്യൂണിറ്റീസ് എല്ലാം മറഞ്ഞു കിടക്കുകയാണ്. ആ പേരുകളെക്കുറിച്ചൊരു ഡേറ്റ ഉണ്ടാകണം. ഉദാഹരണം റാവു, നായി, ബന്ദാരി, ഇങ്ങനെ പറയുന്ന ചില സർനെയിംസ് കാണാം. ഇതുപോലെ ഈ സർനെയിംസ് തുല്യമായ വേറെ സർനെയിംസ് ഉണ്ട്. ഇതെല്ലാം കണ്ടെത്തണം. അതുകൊണ്ട് കാസ്റ്റ് സെൻസസ് വളരെ സെൻസിബിളാണ്. കാസ്റ്റ് സെൻസസ് എടുക്കുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം ഡ്യൂപ്ലിക്കേഷനാണ്. ഡ്യൂപ്ലിക്കേഷൻ വരാതെ സൂക്ഷിക്കണം. അതുപോലെ സ്റ്റേറ്റ് സ്പെസിഫിക് ലിസ്റ്റ് ഉണ്ടാകണം. ഓരോ സ്റ്റേറ്റിലും ഉണ്ട്. ഒരു നാഷണൽ സിമിഴിൽ ഇതിനെ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഓരോ സ്റ്റേറ്റിലും അതിൻ്റേതായിട്ടുള്ള പേരുകളുണ്ട്. ഒരു സ്റ്റേറ്റിൽ പറയുന്ന പേരല്ല അടുത്ത സ്റ്റേറ്റിൽ. അവിടെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയ ഒരു ലിസ്റ്റ് ഉണ്ടാകണം. എങ്കിലേ കാസ്റ്റ് സെൻസസ് ശരിയാകത്തുള്ളൂ. 1951 മുതൽ ഗവൺമെൻറ് എണ്ണി തിരിച്ചിരിക്കുന്നത് 2000 ജാതികളാണ്. നമുക്ക് തന്നെ അറിയാം 2000 ഒന്നും അല്ലെന്ന്. ട്രൈബ്സ് ഉൾപ്പെടെ 2000 ജാതികളെയാണ് ഗവൺമെൻറ് എണ്ണി തിരിച്ചിരിക്കുന്നത്. അതിൽ SC ST ഒക്കെ ഉണ്ട്. എന്നാൽ അവശേഷിക്കുന്ന 4000-ഓളം ജാതികൾ OBCയിൽ പെടുന്നതാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ അപ്പർ ക്ലാസ്സസിലുമുണ്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന പല ജാതികൾ അപ്പർ ക്ലാസ്സസിലുമുണ്ട്. അതുകൊണ്ടാണ് കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറയുന്നത്. 2021 കോവിഡ് മൂലം നടത്താൻ കഴിഞ്ഞില്ല. 2027 നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അത് നടന്നാൽ കൊള്ളാം. കാരണം നമ്മുടെ പല സ്കീമുകളും അത് അർഹിക്കുന്നവർക്ക് കിട്ടുന്നില്ല. അർഹിക്കുന്നവർക്ക് കിട്ടണം. അതാണ് കാസ്റ്റ് സെൻസസ് കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.